നമസ്കാരം, എല്ലാവർക്കും ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ബാർക്കോഴ വിവാദം അങ്ങനെ പുകഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ആരോപണങ്ങൾ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെയാണ്. എല്ലാ വകുപ്പിലും കൈയിട്ട് വരുന്നയാളാണ് മുഹമ്മദ് റിയാസ് എന്ന് ആരോപിക്കുന്നു കെ സുരേന്ദ്രൻ. അദ്ദേഹം ഒരു നിഴൽ മുഖ്യമന്ത്രിയാണ് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ആരോപണം. എന്നാൽ തനിക്ക് നേരെ ആരോപണം വരുന്നതിനെ വളരെ രൂക്ഷമായി വിമർശിക്കുകയാണ് മുഹമ്മദ് റിയാസ്. അതിനു പിന്നിൽ ഒരു അജണ്ടയുണ്ട്, എല്ലാത്തിലും ഇടപെടുന്നയാളാണ് താൻ എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നു. ഈ പ്രതിപക്ഷ ആരോപണങ്ങൾ എല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് മുഹമ്മദ് റിയാസിനെയാണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ജമാൽ എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീ ജമാൽ, ഇവിടെ ഒരു ആരോപണം ഉയർന്നു. പക്ഷേ സ്വാഭാവികമായി എല്ലാ ആരോപണങ്ങളും ആത്യന്തികമായി വരുമ്പോൾ അത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വയ്ക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിനെ ലക്ഷ്യം വയ്ക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ ഭാഗമായാണോ ഈ ആരോപണങ്ങൾ എന്ന് കരുതാനാകുമോ? ഇതെങ്ങനെ വ്യക്തിവൈരാഗ്യമാകുക? ആരാണോ അതിന്റെ ആൾക്കാർ അതിനെയല്ലേ ടാർഗറ്റ് ചെയ്യുക? പരസ്പര വിരുദ്ധമായിട്ട് രണ്ട് മന്ത്രിമാർ കള്ളം പറയുന്നു. മന്ത്രിയുടെ വകുപ്പ് അറിയാണ്ട് മന്ത്രിയുടെ സെക്രട്ടറി യോഗം വിളിച്ചു എന്നാ പറയുന്നത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടതോ? പാർട്ടി സെക്രട്ടറി പറയുന്ന അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല എന്ന്, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയെല്ലാം ചർച്ച നടക്കുമ്പോഴും ഈ ഭരണത്തിന്റെ നേതൃത്വത്തിൽ ഒരു തലവനുണ്ട് മുഖ്യമന്ത്രിയായിട്ട്, അദ്ദേഹം ഇപ്പോഴും മൗനത്തിലാണ്. പിന്നെ റിയാസ് എന്താ പറയുന്നത്? 8 വർഷം ഭരണമില്ലാത്തതിൽ പ്രതിപക്ഷത്തിന്റെ അസുഖം മാറ്റാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനും 11 മുതൽ 16 വരെ ഭരണമില്ലാത്ത അസുഖം ഉണ്ടായിരുന്നു. അന്ന് ഇവരിതാണോ പറഞ്ഞത്? അന്ന് സെക്രട്ടേറിയറ്റിന്റെ ഇതിൽ കോടമാണിന്നും പിന്നെ 500 രൂപ അയക്കലും ആയിരുന്നില്ലേ? ഇതെന്താ പിന്നെ ഇങ്ങനെയൊന്ന്? ഈ ആരോ പറഞ്ഞ മാതിരിയാണല്ലോ, ഇവർക്കൊരു നിയമം മറ്റുള്ളവർക്കൊരു നിയമം. ഇവരാരും ഒന്നും ചെയ്യാത്തവരും മറ്റുള്ളവരെല്ലാം ചെയ്യുന്നവരും. പിന്നെ നോട്ടടിക്കുന്ന യന്ത്രം ആണിന്റെ വീട്ടിലുണ്ട് എന്നാ പറഞ്ഞു. ആ സ്ത്രീനെ അടക്കം അധിക്ഷേപിച്ചു. അന്നില്ലാത്തതൊക്കെ ഇന്ന് ഉണ്ടാകണം പറഞ്ഞ ഇവര് മാന്യമായി പെരുമാറിയിട്ടുണ്ടോ? ഇവർക്ക് മാന്യത അറിയോ? ഞാൻ ആണില്ലാതെ 6 പ്രസവിച്ചാലും നിന്നമാതിരി മാനത്തിന് വെറ്റിലടി എന്ന് പറയുന്ന കൂട്ടത്തിലാണ് CPM കേരളത്തിലെ. വ്യക്തമാണ്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തിലകൻ തൃപ്പൂണിത്തറയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ തിലകൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എക്സൈസ് വിഷയങ്ങളിൽ ടൂറിസം മന്ത്രി ഇടപെടുന്നുണ്ടോ? സാറേ, ഇതിനിപ്പോ ഈ ആദ്യത്തെ പ്രേക്ഷകൻ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ ഇതിനെ വേറൊരു ആംഗിൾ കൂടെ കാണണം. ഞാൻ കാണുന്നത് ഇതിനകത്ത് ഇപ്പൊ മരണത്തോട് മല്ലടിച്ചിട്ടുള്ള VS അച്യുതാനന്ദൻ നിയമസഭയിൽ ബൈബിൾ കോട്ട് ചെയ്തൊരു വാക്യം പറഞ്ഞായിരുന്നു. സാറ് കേട്ടായിരുന്നില്ല? അത് എനിക്ക് ഓർമ്മയില്ല, എന്തായിരുന്നു അത്? അതിങ്ങനെയാ പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. മാണിയോട് ചോദിക്കണം. മാണിയെ നോക്കി പറയണത്, നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവ് നഷ്ടമായാലും എന്ത് പ്രയോജനം? 2 പറയുന്നത് പിന്നെ വെളിപാടിന്റെ പുസ്തകത്തിൽ, ബൈബിളിൽ വെളിപാടിന്റെ പുസ്തകം എടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് കെടാത്ത തീയും ചാകാത്ത പുഴുന്നൊക്കെ പറഞ്ഞ് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പോയി നരകത്തിൽ വീഴുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പറയണ മഹാൻ ഈ VS അച്യുതാനന്ദൻ പറയാം. ഞാൻ ഒരു കാര്യം പറയാം, ബൈബിള് എവിടെന്നെങ്കിലൊക്കെ കോട്ട് ചെയ്ത് പറയുന്ന ഒരു സ്വഭാവം കാരൽ മാക്സിന് ഉണ്ടായിരുന്നു എന്ന് ഇവറ്റകളൊക്കെ മനസ്സിലാക്കും. കാരണം കാരൽ മാക്സ് പറയുന്നത് സർവ്വരാജ്യ തൊഴിലാളികൾ സംഘടിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞ് അധ്വാനിക്കുന്നവന് ഭാരം വയ്ക്ക് നിങ്ങൾ എന്റെ അടുക്കുക. ഈ വചനം തന്നെയാണ് ഇവർക്ക് തിരിച്ചടിയായിട്ട് തിരിച്ചത്. ഇവര് പറഞ്ഞ എന്താ ഇപ്പൊ തിരിച്ചടി വരുന്ന വചനം ദൈവമാണെന്ന് ഈ മെനകെട്ട വർഗം വിശ്വസിക്കണം. ഈ വർഗം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ വചനത്താൽ, ദൈവത്താൽ തന്നെ ഈ വർഗം ഇവിടുന്ന് തീരും. അങ്ങനെ ഒരു നന്മ കാണും എന്നാണ് ഞാൻ ഇതിൽ കാണുന്നത്. സാറേ, അൽത്താഫ് എന്നൊരു പ്രേക്ഷകൻ കൂടി എരുമേലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അൽത്താഫിന് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഒരു സംശയത്തിൻ്റെ നിഴലിലായിപ്പോയോ ഈ മുഹമ്മദ് റിയാസ്? ഇതിനകത്ത് പണപ്പിരിവ് നടത്തിയത് LDF സർക്കാരാണെന്നുള്ള ഈ VD സതീശന്റെ ആരോപണം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിനകത്ത് നമ്മൾ കാണേണ്ടത്
അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇപ്പം ഇവർ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. BJP കേന്ദ്ര അന്വേഷണ ഏജൻസികൾ CBI ED എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് മദ്യനയത്തിൽ ആദ്യത്തെ LDF സർക്കാർ വന്നതിന് ശേഷം തന്നെ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലൈസൻസ് തൊട്ട് ഇന്ന് ഒരു ബാർ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായിട്ടുള്ള അഴിമതി രഹിതമായിട്ടുള്ള ഒരു നടപടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനകത്ത് ലൈസൻസ് തുടങ്ങുമ്പോൾ ആദ്യം എത്ര രൂപയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്? 23 ലക്ഷമായിരുന്നു. പിന്നെ വന്നിരുന്ന ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ 5 ലക്ഷം രൂപ കൂട്ടി. പിന്നെ വന്ന ഈ പറയുന്ന MP ഗോവിന്ദ മാസ്റ്റർ എന്ന സമയത്ത് 2 ലക്ഷം രൂപ കൂട്ടി. ഈ ബാർ മുതലാളികൾക്ക് അനുകൂലമായിട്ടാണ് മദ്യനയം രൂപീകരിച്ചിരുന്നത്. ഇങ്ങനെ പൈസ കൂട്ടേണ്ട കാര്യമുണ്ടോ? UDFന്റെ കാലഘട്ടത്തിൽ അന്ന് ബാർ ലൈസൻസ് തുടങ്ങിക്കൊണ്ടിരുന്നത് യാതൊരു വിധമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഇല്ലായിരുന്നു. സുതാര്യത ഇല്ലാതെ അവര് മന്ത്രിമാരുമായി ചേർന്ന് നടത്തിയ ചില അഴിമതിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ ലൈസൻസ് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അത് സുതാര്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇത്ര നാളെ MP രാജേഷിനായിരുന്നു. ഇപ്പൊ ഇന്ന് മുതൽ VD സതീശന് റിയാസിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് ഇതിനകത്ത് കാരണം? ഒരു വോയിസ് നോട്ട് വന്നു, അത് വീണ്ടും ചർച്ചയാക്കി കഴിഞ്ഞ തവണത്തെ UDF സർക്കാർ എങ്ങനെയാണോ അവരെ പ്രതിരോധത്തിലാക്കിയത്, അതുപോലെ തന്നെ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു പാഴ്ശ്രമമാണ്. ഒരു കാരണവശാലും വിജയിക്കാൻ പോകാത്ത ഉണ്ടയില്ല വെടിയാണ് ഈ ബാർ കോഴ വിവാദം രണ്ടാമത്. യെസ്, വ്യക്തമാണ്. മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ മുഹമ്മദ് കുറച്ച് കാലമായി തോന്നുന്നില്ലേ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്? ഞാൻ ശ്രീ മുഹമ്മദ് വിളിക്കാത്ത എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു. സാറേ നമസ്കാരം. നമസ്കാരം. എന്നോട് വിളിച്ച പോലെ അവര് പറഞ്ഞു, പിന്നെ സാർമാര് പറഞ്ഞു വയ്ക്കി നിങ്ങളെ ശരിയായിക്കിട്ടോ പറഞ്ഞു. പിന്നെ രണ്ട് ഇതിനും കിട്ടിയില്ല. അത് അങ്ങനെ പോട്ടെ. അപ്പൊ ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോ സാറ് ഈ പൊതുവേദിനെ പറ്റി അവര് ചെറിയ ചർച്ച നടത്തി. അതിൽ പലതും പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു വളരെ നല്ലതാണ്. ഞാൻ പറയുന്നത് ഏറ്റവും നല്ലതാണ് പൊതുവേദി. ഞങ്ങളെ പോലത്തെ പലർക്കും ഇതൊരു വല്ലാത്തൊരു കാര്യമാണ്. സംസാരിക്കാനും പലതും മനസ്സിലാക്കാനും ഇരിക്കാനും ഒക്കെ പറ്റും. അതേസമയത്ത് അഥവാ പല രാഷ്ട്രീയ എല്ലാ ആൾക്കാർക്ക് ഈ പിണറായി വിജയനെ അനാവശ്യമായിട്ട് ചീത്ത അറിയാനും പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. അപ്പൊ ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കും അതേ ഭാഷയിൽ പറയാൻ പറ്റാല്ല. പിന്നെ എല്ലാരും ചെയ്യുന്നത് സാറേ അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയാണ്. ഈ വിഷയത്തിൽ കവിഞ്ഞ കാര്യങ്ങളാണ് അധിക പേരും സംസാരിക്കുന്നത്. അത് ഉടനെ നിർത്തണം. എനിക്കിപ്പോ ഈ വിഷയം പിന്നെ മുഹമ്മദ് റിയാസാണ്. അത് ഞാൻ വേറെ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാലോ. പക്ഷെ അത് കേൾക്കുന്ന ആൾക്കും രസം ഉണ്ടാവില്ല, സംസാരിക്കണം നിങ്ങൾക്കും പറ്റൂല. അപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ റിയാസിന്റെ പേരിലാണ് ഇവര് തിരിഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, തിരിഞ്ഞോട്ടെ, യാതൊരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ മാസപ്പടി കഴിഞ്ഞു, സ്വർണം കഴിഞ്ഞു, വേറെ കഴിഞ്ഞു, ഒരു കുറെ കഴിഞ്ഞു. ഈ 5-8 കൊല്ലമായിട്ട് ഒരു പണി അയച്ചെങ്കിലില്ല. അപ്പൊ അയച്ചങ്ങനെ ഇപ്പൊ നടക്കാണ്. അപ്പൊ പുതിയ ഇട്ടേക്കുക, അതിനൊന്നും ഇവിടെ കോടൂല. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞാൽ ഈ വിഷയത്തിൽ പെടാത്തല്ല എങ്കിലും കൂടിയിട്ടൊരു കാര്യം. ഇന്നലെ കല്ലുമുടിയൊക്കെ കഴിഞ്ഞിരിക്കണ ഐറ്റങ്ങള് വെള്ളം അടിച്ചു കാണാണ്. അപ്പൊ ഐറ്റങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടണം. അപ്പൊ അത് ചിലപ്പോ ടൂറിസം ഡയറക്ടർ ആ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് പത്രത്തിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ വെള്ളം അടിച്ചണോലെ അടിച്ചോട്ടെ, അല്ലാത്തോല് അത് നിർത്തും ചെയ്തോട്ടെ. പക്ഷെ നടത്താൻ എനിക്ക് ഏറ്റവും നന്നായിട്ടുണ്ട്. വളരെ നന്ദി. യെസ്, വ്യക്തമാണ്. രാജീവൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ രാജീവൻ, എന്ത് തോന്നുന്നു? ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടാൻ വേണ്ടി റിയാസിനെ ബലിയാടാക്കുകയാണ് എന്ന ആക്ഷേപത്തിൽ വല്ല കഴമ്പുമുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. അതെ, ഈ തുടർഭരണം വന്നതിന് ശേഷം LDF വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ മുഹമ്മദ് റിയാസ് മന്ത്രിയായത്. അന്ന് മുതൽ ഈ മന്ത്രിക്കെതിരെ ഈ കേരളത്തിലെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങള് എല്ലാം തന്നെ ഒരു തരത്തില് അദ്ദേഹത്തെ ഒരു അപമാനിക്കുക. മരുമകൻ മന്ത്രി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവമാനിക്കുക എന്ന് മാത്രമേ ഈ കാര്യത്തിലുള്ളൂ. നേരത്തെ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു മതം മാറി ഒരു വിവാഹം ചെയ്തതിനെ പറ്റി എന്തെല്ലാം ആക്ഷേപ നടത്തിയത്. അതുപോലെ ഇത് എക്സൈസ് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം നമ്മുടെ MP രാജേഷ് ഒരു വിശദീകരണം കൊടുത്തു. അതിനുശേഷം ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വിശദീകരണം കൊടുത്തു. അതിനുശേഷം ഇപ്പം അവർക്ക് തോന്നി ഇത് മുഹമ്മദ് റിയാസിൽ എത്തിച്ചാലേ കാര്യം മുന്നോട്ടേക്ക് പോകും, എന്നാലേ ഇത് മുഖ്യമന്ത്രിയിൽ എത്തിക്കാൻ പറ്റൂ, എന്നാലേ ഇത് ജനങ്ങൾ ഏറ്റെടുക്കൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു വിവാഹം ചെയ്തു പോയി. മുഖ്യമന്ത്രിയുടെ മകളെയായിപ്പോയി വിവാഹം ചെയ്തത്. ആ ഒരു കുറ്റം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം വിവാഹം ചെയ്യുന്നതിന് എത്രയോ മുമ്പ് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു.
അദ്ദേഹം ഉജ്ജ്വലനായ ഒരു നേതാവാണ്, ഒരു യുവജന നേതാവാണ്. നിരവധി ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് സംവാദങ്ങളിൽ ഏർപ്പെട്ട് ജന മനസ്സുകളിൽ ഇടം പിടിച്ച ഒരു നല്ല യുവജന നേതാവിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവജി, ശ്രീ തൃശ്ശൂരിൽ നിന്ന് ശ്രീ ശിവജിയാണ് വിളിക്കുന്നത്. ശ്രീ ശിവജിക്ക് എന്ത് തോന്നുന്നു? അകാരണമായി റിയാസിനെ ടാർഗറ്റ് ചെയ്യുകയാണോ ഇവിടെ? മനസ്സാറെ, ഒരു മിനിറ്റ് എനിക്ക് തരണം. അതായത് ഈ തമ്മിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ പകുതി വരെ നമുക്ക് വളരെ സന്തോഷം തോന്നും. അത് കഴിയുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് കിടക്കും. ഒരു പരിധി വരെ ഞങ്ങളുടെയൊക്കെ ജീവിതം ഇപ്പൊ അങ്ങനെ തോന്നുന്നു. നമ്മുടെ കേരളം എത്ര സുന്ദരമായിരുന്നു. ഇപ്പൊ അതെന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു വാർദ്ധക്യത്തിലേക്കൊക്കെ കിടക്കുമ്പോഴത്തേക്കും വളരെ നിരാശയാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സാറിനോട് പറഞ്ഞിരുന്നു 140 കള്ളന്മാരാണ്. അന്ന് മനസ്സാർ പറഞ്ഞു, അയ്യോ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന്. സാറേ, ഒരു കൈക്കൂലി കിട്ടണമെങ്കിൽ ആദ്യം ഇത് നടക്കില്ല എന്ന് അങ്ങോട്ട് പറയണം. ഒരു ആവശ്യത്തിന് വരുന്ന വ്യക്തി നമ്മൾ പറയാം അത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ നമ്മൾ വീഴും. ഇങ്ങനെ ഇത് കൈക്കൂലി വാങ്ങാൻ വേണ്ടി തന്നെ ഈ അനിമോനെയൊക്കെ ഞങ്ങൾ അറിയുന്ന തൊടുപുഴക്കാരനെ, ഈ അനിമോന്റെ സംസ്ഥാനത്ത് നിന്ന് ഏതൊരു വ്യക്തിയും കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാം ഇത് ബാറിന്റെ സമയം നീട്ടുന്നതിനും ഈ ഡ്രൈഡേ എന്ന് പറയുന്ന 1-ാം തീയതി എടുത്തു കളയാനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇവര് പൈസ വാങ്ങാൻ വേണ്ടി തന്നെ ചെയ്തതാ. പക്ഷെ പെട്ടെന്ന് ഇതിങ്ങനെ പൊളിഞ്ഞു പോയി എന്നുള്ളത് വേറൊരു വശം. പിന്നെ ഇവരൊക്കെ പറയുന്നു റിയാസ് ഡിവൈഎഫ്ഐയുടെ അത് ലോക നേതാവാന്നൊക്കെ പറയുന്നത്. ഇതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ഒരാൾ ഏത് നേതാവാണെന്നുള്ള അയാൾ എന്ത് ചെയ്യുന്നു സമൂഹത്തിന് വേണ്ടി എന്നുള്ളതല്ലേ കാര്യം. എത്രയോ നേതാക്കന്മാർ കൈക്കൂലി ഇവിടെ നമ്മൾ വാങ്ങുന്നില്ലേ? നമ്മൾ കണ്ട പല വിഗ്രഹങ്ങളും നമ്മുടെ മുമ്പിൽ ഉടഞ്ഞു വീണിട്ടില്ലേ സാറേ? അപ്പൊ ഒരാൾ എത്ര മേന്മയുള്ളവരാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് സത്യം പറഞ്ഞാൽ അയാൾ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാജേഷ് വിദേശത്തേക്ക് പോയി. എന്താണ് ഇപ്പൊ രാജേഷിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇനി രാജേഷ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇലക്ഷന്റെ റിസൾട്ടായി 4-ാം തീയതി ആവുന്നു. ആ റിസൾട്ട് ആയി കഴിയുമ്പോൾ പിന്നെ ചർച്ചകൾ എങ്ങോട്ട് മാറും? കാരണം അറിയാലോ, ഇതാണ് ഇത്തരം തന്ത്രങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞ, പ്രതിപക്ഷത്തിന് എന്തായാലും CPM-മാർ അത്ര ബുദ്ധിയില്ല, അവർക്ക് തന്ത്രങ്ങളില്ല, അവരെ പോലെ തർക്കുത്തരം പറയാൻ അറിയത്തില്ല. അതാണ് ഇവിടുത്തെ വിഷയം. നമ്മുടെ ചർച്ചകൾ തന്നെ നോക്കൂ. അവർ വരുമ്പോൾ അവർ പറയുന്ന തർക്കുത്തരങ്ങൾ കേട്ടോ. ഈ പ്രകാശ് മാഷൊക്കെ പറയുന്നത് കേട്ടാ സാറിന് ദഹിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവര് ഈ 140 കള്ളന്മാരാന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ അന്തസത്ത ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും സാറേ, ഇത് കള്ളത്തരമാണ്. കോഴ മേടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം ഇവർ മുന്നോട്ട് ഓടിച്ച് കൊണ്ടുവന്നത്. പക്ഷേ ഇടയ്ക്കൊന്ന് പശുവേ പിന്നെ CPM ചില തീരുമാനം എടുക്കുന്ന ശ്രദ്ധിച്ചു. നിർണായക നിമിഷങ്ങളിലായിരിക്കും ഇവർ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് ജനശ്രദ്ധ വേറെ ഏതെങ്കിലേക്കും തിരിക്കാതിരിക്കുന്ന ആ ടൈമിൽ തന്നെ ആയിരിക്കും, കൃത്യമായ ചില മുഹൂർത്തങ്ങളിലായിരിക്കും ഇവർ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് വരാൻ പോകുന്നു, അതിനിടയിൽ ഇത് മുക്കി എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്നോ ഇവർ ഓർത്ത്, ഈ വലയിലിട്ട് മീനെ പിടിക്കാമെന്നോ ഇവർ ഓർത്തത്. പക്ഷെ തെറ്റിപ്പോയി. അതല്ലേ സാർ സത്യം? ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നജീബ് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നജീബിന് എന്ത് തോന്നുന്നു? ഇത് തീയില്ലാതെ പുകയില്ല എന്ന് പറയുന്ന ആ ഒരു യുക്തിയോട് ചേർത്ത് വായിക്കണോ, അതോ ഇത് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം ആരോപണ ശൈലി മാത്രമാണോ? ഇത് സാറേ, ഇതെന്താ പറയാ, പ്രതിപക്ഷത്തിന്റെ നമ്മളിപ്പോ 7 വർഷം കഴിഞ്ഞ 8-ാമത്തെ വർഷമാണ്. ഏതെങ്കിലും ഒരു കാര്യം ഇവര് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വരെ ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇവരിങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ പല എന്തൊക്കെയാണ് സ്വർണ്ണക്കടത്ത്, പിന്നെ ക്യാമറയുടെ കാര്യം, പിന്നെ റോഡ്, എന്തുമാണ് ഇവർ പറയാത്ത ഏതെങ്കിലും അഴിമതി ഇവരായിട്ട് പറഞ്ഞിട്ട് ഇവരായിട്ട് തെളിയിച്ചിട്ടുണ്ട്? ഒരെണ്ണം നജീബ്, ഇവിടെ അഴിമതികളെല്ലാം ഇങ്ങനെ വരുന്നു എന്നല്ലാതെ ഇപ്പോൾ ഒരു ബാലകൃഷ്ണപിള്ള കുറച്ച് ദിവസം ജയിലിൽ കടന്നു വന്നത് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ നമുക്ക് അങ്ങനെ അഴിമതികളൊന്നും തെളിയുന്നില്ല. അത് ആരും അല്ല, നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യം, അതായത് ഒരു കാര്യം മനസ്സിലാക്കണം സാറ്. ഇപ്പൊ നമുക്ക് മറ്റേ ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണകാലത്തെ ഒരു കാര്യം എടുക്കാം. ആരെങ്കിലും ഒരാൾ ഇതേപോലെ പറഞ്ഞല്ല, ബിജു രമേശ് വന്ന് ഒരു ചാനലിൽ ഇരുന്ന് ഇന്ന ആൾക്ക് ഇത്ര വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു. ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുക്കാൻ പോയപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഫോൺ ചെയ്ത് പറഞ്ഞു റംസാൻ മാസമാണ്, ഞാൻ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഇത് നമ്മുടെ മുമ്പിലുള്ള സത്യമല്ലേ സാറേ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്തുവാ, റംസാൻ മാസം ആയതുകൊണ്ട് ഞാൻ ആ കൈക്കൂലി പൈസ മേടിച്ചില്ല, ഞാനല്ലേ പെട്ടുപോയേന്. പുള്ളി പറഞ്ഞതാ, പുള്ളിയുടെ ഓഡിയോ പുറത്തു വന്നതല്ലേ? ആണല്ലേ സാറേ? എനിക്ക് ഓർമ്മയില്ല. ഏതായാലും വളരെ ആലോചിച്ച് വയ്ക്കും. നിങ്ങളും ചാനൽ നടത്തുന്നതാണ്, നമ്മളെക്കാട്ടിയൊക്കെ ലോകപരിചയമുള്ളതാണ്, എല്ലാവരുമായിട്ട് ബന്ധമുള്ളതാണ്. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. TK രവിചന്ദ്രൻ പിള്ള എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവിചന്ദ്രൻ പിള്ള എന്ത് കരുതുന്നു? ഇത് റിയാസിനെ ലക്ഷ്യമിട്ടാണോ ഈ ആരോപണങ്ങളെല്ലാം നീങ്ങുന്നത്? നമസ്കാരം. ഞാൻ
എനിക്ക് മുമ്പേ സംസാരിച്ച ആളും എരുമേലിക്കാരനും സംസാരിക്കുന്ന ആള് ആ എരുമേലിക്കാരനും കൂടെ സംസാരിച്ച ആളും കൂടെ കേൾക്കാനാ. ഇത് KPCC പ്രസിഡന്റ് സുധാകരനോ പ്രതിപക്ഷ നേതാവ് VD സതീശനോ കൊണ്ടുവന്ന ആരോപണമല്ല. ഇത് ഏഷ്യാനെറ്റ് പോലുള്ള ന്യൂസ് 8 പോലുള്ള ചാനലുകൾ മെയിനായിട്ട് ഇന്നലെയും മെനഞ്ഞാന്നും ഈ സംഭവം നടക്കുന്നതിന് ഉള്ള സംഭവം തൊട്ട് വരെ ഈ ചാനലെല്ലാം ഒരേ ദിവസം തോറും ഈ മുഹമ്മദ് റിയാസും രാജേഷും രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷിനെയും ലക്ഷ്യം വിട്ടുള്ള ഇത് ഗൂഢാലോചന നടത്തിയുള്ള വ്യക്തമായ തെളിവ് വരുവാണ്. ഇത് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ കോൺഗ്രസ്സുകാരോ കൊണ്ടുവരുന്ന ആരോപണമല്ലോ. ഇവർക്ക് ഈ പറയുന്നവർക്ക് ഇത് സാമാന്യ ബോധം വേണം. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ബലമായ സംശയം ഈ പിണറായി വിജയൻ 8 വർഷത്തിന് മേളായി സംസ്ഥാനം ഭരിക്കാൻ തുടങ്ങി. ഈ 8 വർഷത്തിന് മേളുപെട്ട അഴിമതിയാ. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് വെളിയിലെങ്ങാണ്ട് പുള്ളി ഏതോ ഒരു സ്റ്റേറ്റ് മേടിക്കാൻ രാജ്യത്തിന്റെ ഏതോ കുറച്ച് ഭാഗങ്ങൾ മേടിക്കാൻ വേണ്ടി പുള്ളി അഴിമതി നടത്തുക. കാരണം പറഞ്ഞാൽ പുള്ളിയുടെ മരുമോനെ അവിടെ സ്ഥിരം രാജാവായിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെ മരുമകൻ എന്നൊക്കെ പറയണു. റിയാസിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിത്വമില്ലേ? എന്തോ വ്യക്തിത്വം. പുള്ളി മന്ത്രി, പുള്ളിയുടെ അമ്മായിപ്പം മന്ത്രി, പുള്ളിയുടെ ഭാര്യ മാസപ്പടി മേടിക്കുന്നു. എന്തോ വ്യക്തിത്വം. കേരളത്തിൽ എത്ര കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും എത്രയും മന്ത്രിമാരും കോൺഗ്രസിന്റെ മന്ത്രിമാരും എല്ലാം ഈ സംസ്ഥാനം ഭരിച്ച് ആരെങ്കിലും പെണ്ണുമ്പിള്ളമാരെ പേര് ഇതേ അഴിമതി വന്നിട്ടുണ്ടോ? ഈ നമുക്ക് സാധാരണ മന്ത്രിമാരെ പേരിയ ഒരേ അഴിമതികൾ വരും. പെണ്ണുമ്പുള്ള മാസപ്പടി മേടിക്കുന്നു, പെണ്ണുമ്പിള്ളയുടെ പേര് മേടിക്കുന്നത് കേരളം കണ്ടതിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവം. ഇത്രയും ഒരു ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദീപു എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദീപുവിന് എന്ത് തോന്നുന്നു? ഇത് മന്ത്രി റിയാസിനെ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ട്? മനു, ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കൊരു മിനിറ്റ് തന്നെ. അതായത് ഇപ്പോഴാണ് കഴിഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞത് എരുമേലിക്കാരൻ പിന്നെ ആലപ്പുഴക്കാരൻ. കഴിഞ്ഞ ദിവസം ഈ കാരനി പിടിച്ചായിരുന്നല്ലോ ഇവിടെ കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോ ഇതൊക്കെ എല്ലാവരും ഏത് കാലത്തും പറയും, എന്തും പറയും. അപ്പൊ അതിനൊക്കെ നമുക്ക് മറുപടി പറഞ്ഞു പോകാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേര് വന്ന് ഭീഷണിപ്പെടുത്തലുണ്ട്. അതൊക്കെ അവരുടെ കൈ വെച്ചാൽ മതി, അതൊന്നും ഇവിടെ ഇങ്ങോട്ട് എടുക്കേണ്ട, അതൊന്നും ഇവിടെ ചെലവാകുകയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാല് മനു, ഇത് ഞാൻ പറഞ്ഞാണ്, ഇത് അന്ന് 10:56 ഇതിന്റെ ഇടപാട് തീർന്നതാണ്. വീണ്ടും ഇത് വലിച്ചു നീട്ടുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു കടമയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൈ കിട്ടിയത് എന്തും അവരത് വെച്ച് നീട്ടാൻ പറ്റുവാണെങ്കിൽ നീട്ടും. മാധ്യമങ്ങള് അവരുടെ ബൈറ്റ് എടുക്കും, അത് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കൊണ്ടുപോകും. അത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. പക്ഷെ നമ്മളൊരു കാര്യം എന്താണ് പറയുന്നത്, ഇപ്പോ ഇത് MP രാജേഷ് പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ റിയാസ് പറഞ്ഞത് തെറ്റാണ്. ഇത് നേരത്തെ തന്നെ ഇതിന്റെ ചർച്ച ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടന്നിരുന്നു. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് ഇല്ല എന്നാരെങ്കിലും പറഞ്ഞോ? രാഷ്ട്രീയമായി മന്ത്രി തലത്തിലോ അല്ലെങ്കിൽ മുന്നണി തലത്തിലോ അല്ലെങ്കിൽ CPM-നകത്തോ ഈ ചർച്ച നടന്നിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫോർസീനായിട്ട് കണ്ടുകൊണ്ട് അവർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യില്ലേ, അവർ ഈ കാര്യങ്ങൾ എടുക്കില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എവിടെ, നിങ്ങൾ റിപ്പോർട്ട്, നിങ്ങൾ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ എവിടെ എന്ന് ചോദിക്കില്ലേ? ഈ എക്സൈസിന് എന്താ പണി? എക്സൈസിന് പണി ഇവിടെ എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഇവിടെ മദ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മദ്യം കൊടുക്കുമ്പോൾ ആ പൈസ കൂടുതൽ മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്നു എങ്കിൽ ബ്രൂവറി സ്റ്റാർട്ട് ചെയ്താൽ എന്നൊക്കെ അവര് ഉണ്ടാക്കും, അവര് പറയും. പക്ഷെ ഒരു മുന്നണിയുടെ നയവുമായി ബന്ധപ്പെട്ടാണ് അത് ഉൾക്കൊള്ളണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു സാധനമേ നടന്നിട്ടില്ല. അതോടുകൂടി MP രാജേഷിന് ഇനി ഈ പ്രദേശത്തേക്ക് തൊടാൻ പറ്റില്ലെന്ന് കണ്ടപ്പോഴത്തേനും മാസപ്പടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. മാസപ്പടിയൊക്കെ കോടതി തന്നെ എടുത്ത് വലിച്ചു കീറി ദൂരെ കളഞ്ഞല്ലേ. ഇനി അവരെന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന റിയാസിനെ എടുക്കുന്ന റിയാസ് ഒരു കോറിഡോർ മാത്രമാണ്. എന്തിനാണ്? മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ, മുഖ്യമന്ത്രിയോട് പറയാൻ. ഇത് മാത്രമാണ് നടക്കുന്നത്. മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ടാണ് അടൂർ പ്രകാശിനോട് ഈ കാര്യങ്ങൾ ചോദിക്കാത്ത? അടൂർ പ്രകാശിന് ബാറുണ്ടല്ലോ. ഈ കാര്യങ്ങളിലെല്ലാം അടൂർ പ്രകാശിന് എന്തെങ്കിലും അറിവുണ്ടോ? ഇങ്ങനെ അഴിമതി ഉണ്ടോ? മുന്നോട്ട് വന്നത് പറയണം. ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എത്രയോ പോകുന്നു. നിങ്ങൾ എങ്ങനെയാണ് റിയാസിന്റെ അടുത്ത് പോകുന്നത്? അതുപോലെ അടൂർ പ്രകാശിന്റെ അടുത്ത് പോകാത്ത എന്താ? അതുപോലെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇവർക്ക് ഈ കാര്യങ്ങളിലെല്ലാം അഴിമതി ഉണ്ട് എന്നുള്ള കാര്യങ്ങളുടെ തെളിവുകളെല്ലാം സതീശന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്
എന്തിനാണ് ഹൈക്കോടതി ജഡ്ജിയിൽ അവർക്ക് തന്നെ പ്രിയകരമായ ഒരു ജഡ്ജ് ഉണ്ട്, അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടിട്ട് ഈ സാധനങ്ങൾ ഹർജി പരാതിയായിട്ട് സമർപ്പിക്കേ, അവിടെ ഒരു സ്ക്രൂട്ടണി നടക്കട്ടെ. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഉണ്ടയില്ല വെടിപൊട്ടിച്ച് എന്തിനാണ് മനുഷ്യന്റെ സമയങ്ങൾ? എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ നേതാക്കൾ അങ്ങനെ ചെയ്തെങ്കിൽ ഞങ്ങളും വെറുക്കാൻ തയ്യാറാ, അവരെ തള്ളിക്കളയാൻ തയ്യാറാ. പക്ഷെ ഇതൊന്നുമില്ലാതെ ഈ 8 വർഷവും, നേരത്തെ ഞാൻ പറഞ്ഞു മാധ്യമങ്ങൾ 8 വർഷമായി ഈ മാധ്യമങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വകുപ്പാണോ എക്സൈസ്? അവിടെ എന്തെങ്കിലും ഒരു അഴിമതിയുടെ ഒരു സാധനം കണ്ടെത്താൻ കഴിയാത്തവരാണോ മാധ്യമങ്ങൾ? അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മനുവിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരില്ലേ? എന്തേ ഒന്നും വരാത്തത് മനു? എന്നിട്ട് വന്നിരുന്നു കൊണ്ടിട്ട് അവിടെ പെണ്ണും പിള്ള അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാണ്. അപ്പൊ ഈ അൺപാർലമെന്ററി പെണ്ണും പിള്ള ഇല്ലെങ്കിലും ഈ പറയുന്ന ഭീഷണിയും ഈ വസ്തുതകൾ പറയുന്നവർക്കെതിരെ ഈ പറയുന്ന പോലെ എല്ലാവരും BJP-ക്കാരും കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി മേഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അതൊക്കെ 4 ഇതായിട്ട് മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, ഇവിടെ മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടോ? ഇതിൽ വസ്തുത എന്നിനിയും വ്യക്തമാകേണ്ടതുണ്ടോ? റിയാസിന് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഇത് റിയാസിനെ ചൂണ്ടയിൽ കൊടുത്തിട്ട് മുഖ്യമന്ത്രി പിടിക്കാനുള്ള ഒരു നോക്കണം. പക്ഷെ ഇതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനൊന്നും നമുക്കൊന്നും പറ്റില്ല. ഈ സത്യം ഒരിക്കലും പുറത്തു വരില്ല സാറേ, അത് ഉറപ്പാണത്. പിന്നെ ഈ അവരുടെ തന്നെ ഏജൻസിയെ ഇപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കണത്, അതിപ്പോ എത്രത്തോളം ഇതാകുമെന്ന് അറിയില്ല. പിന്നെ ഇത് അനിമോനും കൂട്ടരും ഇപ്പൊ മാറ്റി പറയാൻ തുടങ്ങി. ഒരു FIR പോലും ഇടാൻ സാധിക്കില്ല. അതാണ് കഥ. ഇത് കുറച്ചിങ്ങനെ ചർച്ചയുണ്ട്. പിന്നെ വേറെ പ്രതിപക്ഷത്തിന്റെ ആയുധം വീണ് കിട്ടി. 10-ാം തീയതി അവർ കുറെ പ്ലക്കാർഡുകളും ബാനറുകളും ബഹളങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നല്ലാണ്ട് വേറെ എവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം, മറ്റൊരു വശം കൂടി ഉണ്ട് ഇതില്. ഇത് മാധ്യമങ്ങൾക്കുള്ള ഒരു ഇതാണ് പറയണത്. കാരണം ഈ ഡ്രൈ ഡേ ഇനി അവര് കൊണ്ടുവരില്ല. അതുപോലെ തന്നെ ഇതിന്റെ 12 മണി വരെ ബാർ നീട്ടണം എന്നുള്ളത് അതും സംഭവിക്കില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ സത്യം ഒന്ന് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കുരുക്ക് വന്ന് വീണു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ പാർത്തൻ എടത്തുവയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പാർത്തൻ എന്ത് കരുതുന്നു? ഇതിൽ രാഷ്ട്രീയമാണോ അതോ ഇതിൽ കുറെ കൂടി ശക്തമായ ആരോപണമാണോ? എന്താണ് ഈ ബാർക്കോഴ 2ാം ഘട്ടം? സാർ, പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. സത്യം പറഞ്ഞാൽ നാളെ ഞാൻ വേട്ടയാടപ്പെടുമോ എന്നെനിക്ക് സംശയമുണ്ട്. നാളെ പറയാൻ കാര്യം, ഞാനൊരു സത്യമോ പറയാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നു, നീ 2 തോക്കുകൾ കരുതുക. ഒന്ന് നിന്റെ വർഗശത്രുവിന് നേരെ, ഒന്ന് നിന്നെ വഴിതെറ്റിക്കുന്ന നേതാവിന് നേരെ. ഇന്ന് എത്ര തോക്ക് കരുതണം? ഇത്ര മാത്രം. പറയൂ. അത്രേ ഉള്ളൂ സാർ. കാര്യങ്ങൾ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ ബാലചന്ദ്രന് എന്ത് തോന്നുന്നു? ഇതൊരു രാഷ്ട്രീയ നാടകമായി പര്യവസാനിക്കുമോ അതോ ഇതിൽ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് പുറത്തു വരുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഇത് ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണ്. ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ബാർ എന്നുള്ള ഒരു കർവപ്പശുവാണ്. നാട്ടിൽ എന്ത് സംഭവം നടന്നാലും ആദ്യം പിരിവിനെത്തുന്നതും കഴുത്തിന് പിടിക്കുന്നതും ബാറുകാരെയാണ്. പിന്നെ ഇത് അന്വേഷിച്ച് ഒരു സാധനവും കണ്ടെത്തില്ല. അന്വേഷിച്ചിട്ട് അവസാനം ശൂന്യമായിരിക്കും. പിന്നെ തീയില്ലാതെ പുകയില്ല. പുക വരണമെങ്കിൽ എവിടെയെങ്കിലും ഒരു തരി കാണണം. അതുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് സാർ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സൂര്യനാരായണൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സൂര്യനാരായണൻ എവിടുന്നാണ് വിളിക്കുന്നത്? ചാലക്കുടി. ശ്രീ സൂര്യനാരായണന് എന്ത് തോന്നുന്നു? ബാർക്കോഴ വിവാദം ഇനിയും ശക്തമാകുമോ? നമസ്കാരം. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൊതുവേദിയില് പറയൂ, കേൾക്കുന്നുണ്ട്. ഈ പൊതുവേദിയിൽ ഇപ്പൊ നടക്കുന്ന ഈ പ്രതിപക്ഷത്തിന് കുറ്റം പറയുന്ന എല്ലാവരും ചെയ്യുന്നത് നല്ല കാര്യമൊന്നുമല്ല. ഇപ്പൊ ഇവര് ഭരണപക്ഷത്തിരിക്കുന്നതുകൊണ്ട് ഈ അവരുടെ കേസ് തെളിയാണ്ടിരിക്കുകയാണ് ഇപ്പോ. കാരണം ഭരിക്കുന്നത് ഇവരല്ലേ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോ സാറിന്റെ ചാനലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നില്ലേ. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആണ്. തീയില്ലാണ്ട് പോകേണ്ടാവില്ല. ഇപ്പൊ ഇതിനു മുമ്പ് ഒരു പ്രേക്ഷകൻ പറഞ്ഞു. ശരിയല്ലേ ഇതെല്ലാം?
ഏതായാലും വ്യക്തമാണ്. ശ്രീ സൂര്യനാരായണൻ ചാലക്കുടിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ബാർക്കോഴ വിവാദം പെട്ടെന്ന് കെട്ടടങ്ങും എന്ന് എന്തായാലും കരുതാനാകില്ല. റിയാസാണ് ലക്ഷ്യം എന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ഏതായാലും അതിൻ്റെ തുടർ നടപടികൾ എന്തെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. റിയാസിനെ ലക്ഷ്യമിടുന്നതാണോ ആരോപണങ്ങൾ എന്നതായിരുന്നു. അതിൽ 84% ആളുകളും അത് പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്നത് മന്ത്രി റിയാസിനെ എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം 16% ആളുകൾ അങ്ങനെ അല്ല എന്ന നിലപാടും സ്വീകരിക്കും. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.